ഈയിടെയായി ജ്ഞാനികൾ എന്നു അറിയപ്പെട്ട അനേകരിൽ നിന്നും തികഞ്ഞ ഭോഷ്ക് ആണ് കേൾക്കുന്നത്. ചില പുരോഹിതർ കളിപ്പാട്ടത്തിൽ യേശുവിന്റെ ഉയർപ്പ് രൂപം വച്ചു അപമാനിച്ചു. ചിലർ പാദം കഴുകൽ കോമഡി ആക്കി. അധ്യാപകർ ഒളിച്ചോടി പോകുന്നു. അവർക്കിടയിൽ ആത്മഹത്യ പെരുകുന്നു. ചില ലോക സഞ്ചാരികൾ വേശ്യാലയം ഇല്ലാത്തതിലും സ്വതന്ത്ര ലൈംഗികത ഇല്ലാത്തതിലും പൊട്ടിത്തെറിക്കുന്നു. ഒരുപാട് പുരുഷരൂപം ഉള്ള സ്ത്രീയുടെ സ്വഭാവവും ഉള്ളവർ പെരുകുന്നു. പെണ്ണും പെണ്ണും തമ്മിലും പുരുഷനും പുരുഷനും തമ്മിലും മുടിഞ്ഞ പ്രേമം അധികരിക്കുന്നു. ഈ ലോകത്തിന് രൂപം ആകെ മാറുന്നു. മനുഷ്യരിൽ മൃഗത്തിന്റെ മുദ്ര വ്യാപകമായി. അവിശ്വസ്ത പെരുകി. സ്വാർത്ഥത വളർന്നു. കുഞ്ഞുങ്ങൾക്ക് പോലും രക്ഷയില്ല. സ്ത്രീ കുഞ്ഞിനെ വളർത്താനുള്ളവൾ അല്ല, വീട് സംരക്ഷിക്കേണ്ടവളും അല്ല. അവൾ സ്വതന്ത്ര ആയി പറന്നു നടക്കാൻ പൈശാചിക ലോകം നിർബന്ധം ചെലുത്തുന്നു. മാതാപിതാക്കൾ ആർക്കും വേണ്ടാത്ത അപശകുനങ്ങൾ ആയി. എന്താണ് ഇത്? നാശയോഗ്യനായവൻ ലോകം കീഴ്പ്പെട്ടു. സത്യം പുറത്തു പറയാൻ പറ്റാത്ത കാലം ഇതത്രേ. അരാജകത്വ ദുഷ്ടമൂർത്തിയുടെ കാലം. പ്രിയരെ ഒരുങ്ങുക, സമയം തീരെയില്ല. കുഞ്ഞാടിന്റെ രക്തത്തിൽ തളിക്കപ്പെട്ട ശുദ്ധി ഉള്ളവർ ആകുക. പ്രിയന്റെ വിളിക്ക്